കണ്ണ്, മൂക്ക്, നാക്ക്, ചുണ്ട്, ഐബ്രോ എന്തോരണ്ടല്ലോ നമ്മുടെ ഫേസിൽ ഒക്കെ വരയ്ക്കാൻ പഠിക്കണ്ടേ? എന്നാ വാ നമുക്ക് തുടങ്ങാം. ഐബ്രോം എന്നാണ് ആദ്യം തുടങ്ങണത്. ഇതാണ് റെഫറൻസ്. ആദ്യം നമുക്ക് ഇതിന്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ട് വെക്കാം. എങ്ങനെയാണ് എന്നുള്ളത് റഫായിട്ടൊന്ന് വരട്ട് വെക്കാം. അതിനുശേഷം ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഐബ്രോസ് ഒക്കെ വരുന്നത് വെച്ചാൽ ഓരോന്ന് റഫായിട്ട് വരച്ചിടാം. എന്ന് വെച്ചാൽ മുകളിലും താഴെയും വരയ്ക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നതെന്ന് നോക്കണം. ഞാൻ ഇവിടെ വരച്ചതിന് ശേഷം ആരോ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതിന്റെ ഡയറക്ഷൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ ഐബ്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് പിന്നെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരലാണ്. അപ്പൊ ഇതുപോലെ അതിന്റെ ഡയറക്ഷൻസ് നോക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റഫായിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ഏത് പെൻസിൽ വെച്ചാണോ റഫായിട്ട് വരച്ചത് അതിന്റെ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ് പെൻസിൽ എടുക്കുക. ഞാൻ ഇവിടെ 3B പെൻസിൽ ആണ് പിന്നെ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ 2B വെച്ചിട്ടാണ് റഫായിട്ട് വരച്ചത്. അതിനുശേഷം 3B പെൻസിൽ എടുത്തിട്ട് ഒന്നുകൂടി അത് ഡാർക്ക് ആക്കി കൊടുക്കുക. ഇത് എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഒന്നുകൂടി ഡാർക്ക് ആയിട്ട് ഒരു 5B എടുക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു 7B എടുക്കുക, എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോണോ സീറോ ഇറേസർ വെച്ചിട്ട് ഹൈലൈറ്റ്സ് വരുന്ന ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളൊരു ഫൈനൽ ടച്ച് പോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവുമല്ലോ, അത് ഫോക്കസ് ചെയ്തിട്ട് അവിടെ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ് പെൻസിൽ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ചെറിയൊരു രീതിക്കുള്ള ഒരു റിയലിസ്റ്റിക് ലുക്ക് നമ്മുടെ ഐബ്രോസിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എങ്ങനെ ഇഷ്ടമായോ? അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ പിന്നെ വരാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.